ഇപ്പൊ ശല്യം ഞാനായി. അതെ. നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ അന്ന് മുതൽ ഞാൻ എന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തു. എന്റെ ആംബിഷൻസ് ഒക്കെ ഞാൻ നിനക്ക് വേണ്ടി പണയം വെച്ചു. പണയം, ബാങ്ക്, പലിശ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള പൈസയുടെ കണക്ക് പറയാനാണെങ്കിൽ പറ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവനും നിന്റെ വാക്കും കേട്ട് ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ് വേസ്റ്റ് കൊണ്ടേ കളഞ്ഞില്ലേ ഞാൻ. അതുകൊണ്ട് മനസ്സമാനമായിട്ട് കയറി കിടക്കാനൊരു സ്ഥലമുണ്ട്. ആരും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. എപ്പോ എവിടെയും വരാം, പോവാ. മനസ്സമാധാനം അത് നിന്റെ കക്ഷത്തിൽ തല വെച്ചപ്പോ തീർന്നല്ലോ. തല ഒരുക്കൊണ്ടോ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടും. ഇതിനുള്ള മറുപടി പറയണതേ ഈ ഭാഷയിലല്ല. ഓ ഭാഷ, നിന്റെ ഭാഷയുടെ ഗുണമെന്ന് നീ എനിക്ക് പറഞ്ഞു തരണ്ട. ഒന്നുമില്ല, 5 വർഷം ഞാൻ നിന്നെ പ്രേമിച്ചതല്ലേ. അപ്പൊ നീ എന്റെ പേര് തേച്ച് വിളിക്കുമായിരുന്നോടി. ഇപ്പൊ ജോലിയിൽ ആരാണ്ടൊക്കെ ആയപ്പോഴല്ലേ ആരെയും അരവിന്ദനും ഒക്കെ ആയത്. കരിയർ, പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസവിക്കൂല്ല, പിള്ളേരുമില്ല. കുഞ്ഞുങ്ങള് ഇനി അതിന്റെ കുറവേ ഉള്ളൂ. അതിന്റെ ഒക്കെ തീട്ടോ മൂത്രം വാരി സ്പോയിൽ ചെയ്യേണ്ടതല്ല എന്റെ ലൈഫ്. കാപ്സ്യൂള് കഴിക്കുന്ന പോലെ ദിവസം 3 നേരം നീ എന്നെ കുറ്റം പറയുന്നുണ്ടല്ലോ. ഭർത്താവ് എന്ന നിലയിൽ ഞാൻ പരാജയമാണ്, സമ്മതിച്ചു. നീ എന്തുമാത്രം പെർഫെക്റ്റ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നല്ലതായിരിക്കും.